അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് സൗദിയിലെ പ്രവാസിയോടും പ്രധാനപ്പെട്ട മറ്റു കാര്യം കേട്ടോ. കുറേ ആളുകൾ ചോദിക്കുന്നു, ഞങ്ങൾ മോസസയിലുള്ളവരാണ്, ശരിക്കുള്ളവരാണ്, ഞങ്ങളെ കമ്പനി അത് മോസസൊക്കെയുള്ളവർ സ്പോൺസർമാർ പ്രൊഫഷൻ മാറാൻ വേണ്ടി നോക്കുമ്പോൾ പ്രൊഫഷൻ മാറാൻ കഴിയുന്നില്ല. എന്താണ് പ്രൊഫഷൻ മാറുന്നത് നിർത്തി വെച്ചിട്ടുണ്ടോ? എനിക്ക് പറയാനുള്ളത്, പ്രൊഫഷൻ മാറുന്നത് നിർത്തി വെച്ചിട്ടില്ല. പ്രൊഫഷൻ മാറാനുള്ള ഫീസ് 1000 റിയാലേ വരുന്നുള്ളൂ. പക്ഷേ നിങ്ങളെ ഏത് മോസസാണോ ശരിക്കാണോ അതിൽ എല്ലാം ക്ലിയർ ആയിരിക്കണം. ആ മോസസയിലോ ശരിക്കുള്ളവരുടെ അതിലുള്ള ആളുടെ കാം എക്സ്പയർ ആകാൻ പാടില്ല. അതിലുള്ള ആളുകളെ കോണ്ടാക്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുതുക്കണം. അതേപോലെ അതിലുള്ള ശമ്പളം ഇറങ്ങുന്നത് ക്ലിയർ ആയിരിക്കണം. അതേപോലെ സക്കാത്ത്, ലരീബ എല്ലാം ക്ലിയർ ആക്കണം. എന്തൊക്കെ പോരായ്മകളുണ്ടോ ആ മോസസയിലോ ശരിക്കുള്ളതെല്ലാം ഫുൾ ക്ലിയർ ആക്കണം. എന്നാൽ മാത്രമേ പ്രൊഫഷനും മറ്റുമൊക്കെ മാറാൻ കഴിയുള്ളൂ. പിന്നെ പ്രൊഫഷൻ മാറുമ്പോൾ ആ സിജിലുള്ള നശാത്ത് അത് എന്താണെന്ന് നോക്കണം ആദ്യം. അതനുസരിച്ചാണ് പ്രൊഫഷനൊക്കെ മാറുക. അതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അത് കുവയുടെ കിവ പോർട്ടിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് പറയാൻ കഴിയുള്ളൂ. അല്ലാതെ നമുക്കതിങ്ങനെ പൊതുവായി പറയാൻ കഴിയില്ല. അപ്പോൾ എല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമേ പ്രൊഫഷനും മറ്റും മാറുകയുള്ളൂ. ഏത് മോശമായാലും ശരി, ശരിക്കാലും ശരി. അത് അതുപോലെ സ്പോൺസറുമായി ബന്ധപ്പെട്ട് അത് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് പ്രൊഫഷൻ മാറാം. 1000 റിയാലാണ് ഫീസ്. പ്രൊഫഷൻ മാറുന്നത് നിർത്തി വെച്ചിട്ടൊന്നുമില്ല. ഓക്കെ, എന്ത് സംശയം എടുക്കാം. അസ്സലാമു അലൈക്കും.